മഴയ്ക്ക് ശമനമായതോടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന കുടുംബങ്ങൾ വീടുകളിലേക്ക് മടങ്ങി തുടങ്ങി. കോഴിക്കോട് ചെറുവറ്റയിൽ വീടുകളും സ്കൂളുകളും വൃത്തിയാക്കുന്ന തിരക്കിലാണ് നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും. കന്യാസ്ത്രീകളുടെ നേതൃത്വത്തിലാണ് സെന്റ് ഫിലിപ്പ് നഴ്സറി സ്കൂൾ വൃത്തിയാക്കുന്നത്. മഴയ്ക്ക് ശമനമായതോടെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുകയാണ് കുടുംബങ്ങൾ. വീടുകളും അതുപോലെ സ്കൂളുകളുമൊക്കെ വൃത്തിയാക്കുന്ന പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചെറുവറ്റയിലാണ്. ചെറുവറ്റയിലെ നഴ്സറി സ്കൂളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ അധ്യാപകരൊക്കെ തന്നെ ഈ സ്കൂളുകളും അതുപോലെ തന്നെ അതിന് ചേർന്നുള്ള താമസ സ്ഥലമൊക്കെ വൃത്തിയാക്കുന്ന പ്രവൃത്തികളാണ് നമുക്ക് കാണാനാവുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വലിയ രീതിയിലുള്ള വെള്ളമാണ് ഇതിനകത്തൊക്കെ കെട്ടി നിന്നിരുന്നത്. അതേ തുടർന്ന് ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ മാറിപ്പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിരുന്നത്. പക്ഷേ ഇപ്പോൾ വെള്ളം താഴ്ന്നു തുടങ്ങി. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ സിസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് തിരിച്ചെത്തിക്കൊണ്ട് അവരിവിടെ വൃത്തിയാക്കുകയും അവരുടെ ഇവിടേക്ക് താമസം മാറാനുള്ള പ്രവൃത്തികളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ മഴയ്ക്ക് ശമനമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇത്തരം പ്രവൃത്തികളൊക്കെ ആക്കം കൂട്ടുന്നത്. നമുക്കിപ്പം ഇപ്പോൾ സിസ്റ്റേഴ്സ് കൂടി ചെയ്യുകയാണ്. സിസ്റ്റർ, ഇപ്പോൾ എത്ര ദിവസമായിട്ട് ഇവിടെയൊക്കെ അടച്ചിട്ടിരിക്കുന്നത്? ഞങ്ങളിവിടെ 4 ദിവസമായിട്ട് ഇവിടെ അടച്ചിട്ടിരിക്കുന്നതാണ്. കഴിഞ്ഞ ഞായറാഴ്ച രാവിലെയാണ് ഞങ്ങൾ ഇവിടുന്ന് പോയത്. തൊട്ടടുത്ത ആശ്രമത്തിൽ, പുഷ്പദാന ആശ്രമത്തിലാണ് ഞങ്ങൾ പോയത്. രാത്രി തന്നെ ഒരു സൂചന കിട്ടിയത് കൊണ്ട് കുറെ ഫർണിച്ചറും സാധനങ്ങളൊക്കെ എല്ലാം ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് മാറ്റി. പിന്നെ വെളുക്കാറായപ്പോഴത്തേക്കും വെള്ളം കയറി തുടങ്ങി. ഞങ്ങൾ പിന്നെ ഇവിടുന്ന് ഒരു ഉച്ചയായപ്പോഴത്തേക്കും ഒട്ടും നിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും പോകേണ്ടി വന്നു. സ്കൂളിൽ അവധി ആയതുകൊണ്ട് പിന്നെ കുട്ടികളൊന്നും വരാതെ ഇരിക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഇന്നും ലീവാണല്ലോ എല്ലാവർക്കും. അതുകൊണ്ട് അങ്ങനെ പോകുന്നു. ഇപ്പം ഇനി അവിടുന്ന് അവരെല്ലാവരും കൂടി വന്ന് ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ചിവിടെ ക്ലീൻ ചെയ്യുന്നു. ഇന്ന് മുതൽ ഇനി താമസം മാറാനുള്ളൊരു ശ്രമത്തിലാണ്. അത് തന്നെ. ഇന്നലെ തൊട്ട് ഞങ്ങൾ ക്ലീൻ ചെയ്ത് തുടങ്ങി. ആദ്യം അവിടെ കുറച്ച് വെള്ളം കുറഞ്ഞപ്പോൾ തന്നെ വന്ന് ഞങ്ങൾ ആ 2-3 റൂമുകളെല്ലാം ക്ലീൻ ചെയ്ത്. ഇവിടെ ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ കുറച്ചുകൂടി താഴ്ചയുള്ള ഏരിയ ആയതുകൊണ്ട് ഇന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇവിടെയും വെള്ളം കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ 2 ദിവസങ്ങളായിട്ട് ഇവിടെ ക്ലീനിങ് ആണിപ്പോൾ. ഞങ്ങൾ ഇവിടുന്ന് നീന്തിയാണ് ഞങ്ങൾ അപ്പുറത്തേക്ക് പോയത്. അത്രയും വെള്ളം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ. ഇന്ന് ദൈവം സഹായിച്ച് എന്തായാലും വെള്ളം കുറഞ്ഞ്. സെന്റ് ഫിലിപ്പ് നെരി നഴ്സറി സ്കൂളിലെ അധ്യാപകരും അതുപോലെ തന്നെ ഇവിടുത്തെ സിസ്റ്റേഴ്സുമാണ് നമ്മോട് പ്രതികരിക്കുന്നത്. വലിയ പ്രയാസത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങൾ അവരിവിടെ കഴിച്ചുകൂട്ടിയത്. ഇതിനോട് തൊട്ട് ചേർന്നുള്ള മറ്റൊരിടത്തേക്ക് അവർക്ക് സാധന സാമഗ്രികളൊക്കെ ആയിട്ട് പോകേണ്ടി വന്നു. അങ്ങനെ അവിടെ ആയിരുന്നു അവർ ഇത്രയും ദിവസം കഴിഞ്ഞത്. എന്തായാലും ഇപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടിന് അറുതി വരികയാണ്. വെള്ളം താഴ്ന്നു തുടങ്ങിയതോടുകൂടിയാണ് ഈ ദ്രുതഗതിയിലുള്ള വൃത്തിയാക്കുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെ അവർക്ക് ഇങ്ങോട്ട് താമസം മാറാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയാണുള്ളത്. സമാനമായ രീതിയിൽ തൊട്ടടുത്ത വീടുകളും അതുപോലെ തന്നെ മറ്റ് സ്കൂളുകളുമൊക്കെ വൃത്തിയാക്കുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുന്നുണ്ട്. ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം സമീർ സി മുഹമ്മദ്, മീഡിയ 1.